ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായതിന് പിന്നാലെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തുവെങ്കിലും ഭരണം അത്ര സുഖകരമായി മുൻപോട്ട് പോകില്ല എന്നും ഭരണം ഏത് നിമിഷം തകിടം മറിയുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അവിടെ എംഎൽഎമാരെ മറുകണ്ഠം ചാടിക്കാൻ മുൻപ് BJP ശ്രമിച്ചിരുന്നതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ ഭരണം മാറി ഭരണം കാവിക്ക് കീഴിലേക്ക് മാറാനുള്ള സാധ്യതകളും കൂടുന്നു. ഏതായാലും നമുക്ക് അവിടുത്തെ കക്ഷി നില പരിശോധിച്ചാൽ ജാർഖണ്ഡിൽ 81 അംഗ നിയമസഭയാണ്. അവിടെ ഭരിക്കാനായി ഭൂരിപക്ഷം വേണ്ടത് 42 പേരുടെ പിന്തുണയാണ്. നിലവിൽ ഈ INDA മുന്നണി, അതായത് ജാർഖണ്ഡിലുള്ള ഹേമന്ത് സോറന്റെ ജയമം കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടാണ് അവിടെ ഭരിക്കുന്ന. ആ മുന്നണിക്ക് ഇപ്പോൾ നിലവിൽ 47 സീറ്റ് ഉണ്ടെന്നാണ് ഈ JMM അവകാശപ്പെടുന്നത്. അതായത് ഹേമന്ത് സോറന്റെ പാർട്ടി അവകാശപ്പെടുന്നതേ ഉള്ളൂ. നേരത്തെ അവർക്ക് 48 സീറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ ഈ BJP പക്ഷത്തേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 47 അവർ അവകാശപ്പെടുന്നു. NDA, അതായത് BJP നയിക്കുന്ന മുന്നണിക്ക് 33 സീറ്റാണുള്ളത്. ഒപ്പം തന്നെ ഈ JMM-ന്, അതായത് ഹേമന്ത് സോറന്റെ പാർട്ടിക്ക് 29 സീറ്റും ഇന്റർനാഷണൽ കോൺഗ്രസിന് 17 സീറ്റുമാണ്. ഈ കോൺഗ്രസിൻ്റെ MLA-മാരെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമം BJP വളരെ മുമ്പ് തുടങ്ങിയിരുന്നു. പശ്ചിമ ബംഗാളിൽ വെച്ച് 4 കോൺഗ്രസ് MLA-മാർ പിടിയിലായതും മറ്റുമൊക്കെ ഒരു വർഷം മുമ്പ് വാർത്തയായതാണ്. ഏതായാലും ഭരണമാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം ആ ഹേമന്ത് സോറൻ പോകുന്നതോടെ ആടി ഒലയുന്ന JMM-ൽ നിന്ന് MLA-മാരെ അടർത്തിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ഈ 17 പേരുള്ള കോൺഗ്രസിനെ അടർത്തിയെടുത്താൽ പോലും BJPക്ക് വളരെ ഈസിയായി ഭരിക്കാൻ കഴിയും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 9 സീറ്റ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ BJP മുന്നണിക്ക് ഭരിക്കാൻ കഴിയും. ഇപ്പോൾ അവർക്ക് NDA മുന്നണിക്ക് 33 ഉണ്ട്, കോൺഗ്രസിൻ്റെ 17 ഉണ്ട്. ആ 17-ൽ 10 കിട്ടിയാലോ 9 കിട്ടിയാലോ ഭരിക്കാൻ കഴിയും. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ജാർഖണ്ഡിലെ സർക്കാർ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.